അതുകൊണ്ട് ഇവിടെ ഫുട്ബോളിൻ്റെ കളി നടക്കുക. ഇപ്പോൾ ഇതുകൊണ്ട് പുക വന്നുണ്ട്. ഇവിടെ ഫയർ വർക്ക് നടത്തിയത് ഞാനത് ശ്രദ്ധിച്ചില്ല. ഞാൻ കാര്യത്തിന് ഇരുന്നതാണ് ഇവിടെ. കാരണം അങ്ങ് പോകണമെങ്കിൽ നടന്ന് ഒത്തിരി പോകണം. അപ്പോഴത്തേക്ക് മൂത്രം ഒഴിക്കാൻ മുട്ടും. അതാണ് ഞാൻ ഇവിടെ തിരുന്നത്. കണ്ട സ്റ്റേഡിയം ആരായിട്ട് മത്സരമാണെന്ന് അറിയാൻ വയ്യ. നമ്മളെ കഫയിൽ 2 പിള്ളേരിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ഇങ്ങനെ വായി നോക്കിയിട്ടിരിക്കുന്നത് ഇവിടെ. കണ്ട പാർക്കിങ്ങിൽ മൊത്തം വണ്ടികളാണ്. ഞാൻ ക്യാമറ ഓഫ് ചെയ്യുമ്പോഴത്തേക്ക് അവർ ഫയർ വർക്ക് നടത്തും. അതുകൊണ്ട് ഈ പുക വീണ്ടും അതാണ് ഫയർ വർക്ക് നടത്തിയത്. ഒന്നാമത്തെ കാര്യം ഇവിടെ ഞാൻ നേരത്തെ വന്നതുകൊണ്ട് പാർക്കിംഗ് കിട്ടി. പാർക്കിംഗ് ഒട്ടുമില്ല ഇവിടെ. അങ്ങനെ കുറേ പേര് എൻ്റെ അടുത്ത് ഒന്ന് ചോദിച്ചു, നീ പോകുന്നുണ്ടോ എന്ന് ഇറങ്ങിയിരിക്കുന്നുണ്ടപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഞാൻ പോകുന്നതൊന്നുമില്ല, ഇവിടെ തന്നെ ഉണ്ട്. കാരണം ആർക്കും പാർക്കിംഗ് കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞു ഇവിടെ വെളിയിലോട്ട് പാർക്ക് ചെയ്ത മുറിവ് പ്രശ്നമാണെന്ന് നേരത്തെ സെക്യൂരിറ്റി ഒന്ന് പറഞ്ഞു. അത് തന്നെ അല്ല, അതുകൊണ്ടാണ് എല്ലാവരും വന്ന് ചോദിക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല നോക്കുക. ഞാൻ അങ്ങനെ വേറൊരാൾക്ക് ഒരു സ്ഥലം പറഞ്ഞു കൊടുത്തു പാർക്കിംഗ് കിടക്കുന്നതേ, അവിടെ കൊണ്ടിടാൻ പറഞ്ഞു. അപ്പോൾ പുള്ളി അവിടെ കൊണ്ട് വണ്ടിയൊക്കെ ഇട്ടിട്ട് തിരിച്ചു വന്നിട്ട് എനിക്ക് സലാമൊക്കെ പറഞ്ഞിട്ട് പോയി. പാവം പിടിച്ച്. കാരണം എവിടെയും പാർക്കിംഗ് ഇല്ല. പുറത്തിട്ടാൽ അതിന് ഫൈനാണ്, നല്ല ഫൈൻ കിട്ടും. വേണ്ട, ഞാൻ എന്തായാലും പരമാവധി അങ്ങോട്ട് പോകാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഞാൻ ക്യാമറ അങ്ങോട്ട് ഓഫ് ചെയ്യുമ്പോഴത്തേക്കും ഫയർ വർക്ക് തുടങ്ങും വീണ്ടും. കണ്ട പുക മാത്രം കാണുന്നു. ഹോമം നടക്കുന്ന കണക്ക് അവിടെ പുക മാത്രമേ ഉള്ളൂ. ഫുട്ബോൾ കളി കാണാൻ പോകണമെന്നൊക്കെ ഉണ്ട്, ആഗ്രഹമൊക്കെ ഉണ്ട് കാണാൻ പോകണമെന്നേ. പക്ഷേ ഈ പാർക്കിങ് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ ഈ സ്റ്റേഡിയത്തിൽ വരുന്നത്. ഉണ്ട് ലൈറ്റ് വർക്കൊക്കെ ഉണ്ട്. അതിനങ്ങനെ ഫയർ വർക്ക് ഉണ്ടായിരുന്നു. നേരത്തെ ഓണാക്കി ഇട്ടതാണ് ഒരു ഫയർ വർക്ക്. എനിക്കൊന്ന് ആരെങ്കിലും ഗോൾ അടിക്കുമ്പോൾ മാത്രമാണെന്ന് തോന്നുന്നു ഫയർ വർക്ക് നടക്കുന്നില്ലെന്ന് തോന്നുന്നു. ഞാൻ ഏതാണ്ട് 1 മണിക്കൂറിന് മുകളിലാണ് ഇവിടെ വന്നിരിക്കാൻ തുടങ്ങിയിട്ട്. ഇതുവരെ ഫയർ വർക്കൊന്നും കണ്ടില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ 1 മണിക്കൂറിനകത്തങ്ങനെ ആയിരിക്കും ഗോൾ വന്നത്. അതുവരെ ആരും ഗോൾ അടിച്ച് കാണത്തില്ലായിരിക്കും. കണ്ടോ, എന്നാലും ചെറിയ ക്ലിയർ കുറവുണ്ട്. കണ്ട അടിപൊളി. ഇതുണ്ട് ജാക്കറ്റൊക്കെ ഇട്ടാണ് നിൽക്കുന്നത്. കാരണം അത്യാവശ്യം തണുപ്പുണ്ട് ഇവിടെ. ഇപ്പോൾ ഈ സമയത്ത് നല്ല തണുപ്പുണ്ട്. ഇനി ഫയർ വർക്ക് കാണാൻ പറ്റുമെന്ന് അറിയാൻ വയ്യ. അത് സ്റ്റേഡിയം അത്രയ്ക്കും ദൂരത്താണ് സ്റ്റേഡിയം നിൽക്കുന്നത്. കണ്ടോ, അതാണ് ആ ലൈറ്റൊക്കെ കത്തുന്നുണ്ട്. അതാണ് സ്റ്റേഡിയം. പക്ഷേ അവിടം വരെ ഒന്നും പോകാനുള്ള കെൽപ്പുണ്ട്, പോയിട്ട് വരാനെന്നൊക്കെ അറിയാം. പക്ഷേ ഇരുട്ടാണ്ട്. പകലാണെങ്കിൽ നമുക്ക് പിന്നെയും എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാം വണ്ടി. ഇരുട്ടായതുകൊണ്ട് ചെറിയ ബുദ്ധിമുട്ട്. ഒന്നാമത്തെ എൻ്റെ കീ സെൻസർ വർക്ക് ചെയ്യുന്നില്ല ഇപ്പം. അത് ശരിയാക്കണമെങ്കിൽ സമയമെടുക്കും. അപ്പോൾ അവിടം വരെ പോയിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ വണ്ടി കണ്ടുപിടിക്കാൻ പറ്റില്ലേ. പിന്നെ ഞാനും കഫീലോട്ട് ഉടക്കാം. എന്തിനാണ് അതിന് പോകുന്നത്? ആഗ്രഹമുണ്ട് കളി അല്ലെങ്കിൽ ആ സ്റ്റേഡിയമൊക്കെ കാണണമെന്ന് നേരിട്ട്. ഇത്രയും ദൂരത്തായതുകൊണ്ട് കാണാനൊക്കെ പറ്റും. വേണ്ട ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ട അവിടെ ചിത്രങ്ങളൊക്കെ പോകുന്നുണ്ട. പക്ഷേ ഞാൻ അങ്ങോട്ട് പോയാൽ തിരിച്ച് ഇവിടെ എത്താനായിട്ട് നേരരേഖ വരച്ചിട്ടൊക്കെ പോവാം. പക്ഷെ അവിടുത്തെ ഈ കളിയൊക്കെ കണ്ടുപിടിച്ചേക്കും തിരിച്ച് വരാനറിയണ്ടേ ഇങ്ങോട്ട്. ഇതാണ് റിയാദിലാണ് ഈ സ്റ്റേഡിയം നിൽക്കുന്നത് കേട്ടോ. അൽ ഔവൽ പാർക്ക്. അതിൽ ഗേറ്റ് നമ്പർ 2 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇനി സ്റ്റേഡിയം നമ്പർ 2 ആണോയെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ എത്ര സ്റ്റേഡിയം ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇതാണ് ഞാൻ പരമാവധി ഞാൻ അടുത്തെത്തി. നടന്ന് തിരിച്ച് ഒരു ലൈൻ പിടിച്ച് പോകണം. കാരണം വഴി തെറ്റിയതുകൊണ്ട് എനിക്ക് അത്രയും സൂം ചെയ്യാൻ പറ്റില്ല. ഉണ്ടോ, ഇതാണ് സ്റ്റേഡിയം.